തിരുവനന്തപുരം വഞ്ചിയൂരിൽ യുവ അഭിഭാഷകയെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ പ്രതി ബെയിലിൻ ദാസിന്റെ ജാമ്യാപേക്ഷയിൽ ഇന്നാണ് കോടതി വിധി പറയുക. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഇന്ന് വിധി പ്രസ്താവിക്കുന്നത്. എന്തായാലും ആ യുവ അഭിഭാഷകയ്ക്ക് നേരെ നടന്ന അക്രമം സാംസ്കാരിക കേരളവും പൊതുപ്രവർത്തകരും സഹിഷ്ണുതയോടെ കാണണമെന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. എങ്ങനെയാണ് പരസ്യമായി ഒരു പെൺകുട്ടിയുടെ കവിളത്തടിക്കുകയും അവർ തറയിൽ വീണിട്ടും അവരെ പൊക്കിയെടുത്ത് പിന്നെ അടിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളെ നമ്മുടെ ജനം സഹിക്കണം എന്ന് പറഞ്ഞാൽ അത് ബാർ അസോസിയേഷൻ പറഞ്ഞാലും അത് അംഗീകരിക്കാൻ പറ്റില്ല. ഷബീദ് റാവുത്തർ ചെന്നു തിരുവനന്തപുരത്ത്. ഷബീദ്, ഗുഡ് മോർണിംഗ്, പറയൂ. നമുക്കറിയാം, കേരളം കേട്ട ക്രൂരമായ വാർത്തയായിരുന്നു വഞ്ചിയൂരിൽ യുവ അഭിഭാഷകയെ ക്രൂരമായി മർദ്ദിച്ച സംഭവം. ആ സംഭവത്തിൽ 2 തവണ പ്രതിയായിട്ടുള്ള ബെയിലിൻ ദാസിന്റെ ജാമ്യാപേക്ഷയിൽ കോടതിയിൽ വാദം നടന്നു. തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി 12 ഇന്ന് ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത്. കഴിഞ്ഞ ദിവസം ഇത് കേസ് പരിഗണിച്ചപ്പോൾ, ഈ ഹർജി ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോൾ ശക്തമായ വാദപ്രതിവാദങ്ങൾ നടന്നിരുന്നു. പ്രോസിക്യൂഷൻ പ്രധാനമായും ഉന്നയിച്ചത് ഒരു കാരണവശാലും ബെയിലിൻ ദാസിന് ജാമ്യം അനുവദിക്കരുത്, ഇരയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിട്ടില്ല, അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണ്, പ്രതിക്ക് ജാമ്യം അനുവദിച്ചാൽ സ്വന്തം ഓഫീസിലെ ജീവനക്കാരായിട്ടുള്ള സാക്ഷികളെ, ഈ കേസിന്റെ പ്രധാനപ്പെട്ട സാക്ഷികളെ പ്രതിയായിട്ടുള്ളയാൾ സ്വാധീനിക്കും എന്നുള്ള കാര്യം പ്രോസിക്യൂഷൻ പറഞ്ഞിരുന്നു. മാത്രവുമല്ല, ഈ BNS-ലെ 74 നിയമം, അതായത് സ്ത്രീത്വത്തെ അപമാനിക്കൽ നിയമം, അത് കാര്യമായി തന്നെ കോടതി പരിഗണിക്കണം എന്നുള്ള ആവശ്യം കൂടി പ്രോസിക്യൂഷൻ ഉന്നയിച്ചിരുന്നു. എന്നാൽ പ്രതിഭാഗം ബെയിലിൻ ദാസിനും പരിക്കേറ്റു, അദ്ദേഹത്തിന്റെ മെഡിക്കൽ പരിശോധനാ റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തിയാണ് കോടതിയിൽ കഴിഞ്ഞ ദിവസവും ഈ ബെയിൽ വേണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചത്. മാത്രവുമല്ല, ഈ സ്ത്രീത്വത്തെ അപമാനിക്കൽ വകുപ്പ് നിലനിൽക്കില്ല, കാരണം പ്രതിക്ക് ലൈംഗിക ഉദ്ദേശമില്ലായിരുന്നു എന്നടക്കമുള്ള വാദങ്ങൾ പ്രതിഭാഗത്തിന്റെയും ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. ഏതായാലും ഈ വിഷയത്തിൽ ഇന്ന് തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി 12 ബെയിലിൻ ദാസിന് ജാമ്യമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കും. അതേസമയം കഴിഞ്ഞ ദിവസം ഉണ്ടായ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ മർദ്ദനമേറ്റ ഷാമിലി തന്നെ ചില കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. പ്രത്യേകിച്ച് ഒരു കൂട്ടം അഭിഭാഷകർ അവർ ഈ ബെയിലിൻ ദാസിനൊപ്പം നിൽക്കുന്നത് അതിൽ തനിക്ക് വിഷമമുണ്ട് എന്നുള്ള കാര്യം അഭിഭാഷകരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നെ ഷാമിലി തുറന്നു പറഞ്ഞിരുന്നു. അതേസമയം തനിക്ക് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തതോടെ തനിക്ക് നീതി കിട്ടി എന്നുള്ള കാര്യം കൂടി ഷാമിലി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്നാലും ഇന്ന് രാവിലെ 11 മണിക്കാണ് ഈ ബെയിലിൻ ദാസിന്റെ ജാമ്യാപേക്ഷയിൽ കോടതി വിധി പറയുക. ഓക്കെ, താങ്ക് യു. ഷബീദ് റാവുത്തറാണ് വിവരങ്ങൾ